ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ്. ഇളനീര് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങും കൂടിയാണിത്. ഇതിനകത്ത് നമ്മൾ പാലൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ജലാറ്റിനോ ചൈന ഗ്രാസോ ഇതൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. ഇതൊന്നുമില്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഞാനൊന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഏത് ടൈപ്പ് പാത്രം വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാനൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും തേച്ച് കൊടുക്കാം. പുഡിംഗ് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് പിസ്ത കട്ട് ചെയ്ത് ഞാനൊന്ന് വെതറി കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുഡിംഗ് തിരിച്ചിടുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് വെതറി കൊടുക്കുന്നത്. ഇതിന് പകരം നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വലിയൊരു ഇളനീരാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ കാമ്പെല്ലാം കൂടെ ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്ന് കുറച്ച് കട്ടിയുള്ള ഭാഗം മാത്രം ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പുഡിംഗ് ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് അടിയിൽ ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ പുഡിംഗ് ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മുകളിലും കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച വലിയ ഇളനീരിൻ്റെ ബാക്കി കാമ്പ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. അതായത് കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ഇളനീരിൻ്റെ വെള്ളമാണ്. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇളനീരിൻ്റെ വെള്ളവും കൂടി 2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടുതൽ ആവശ്യമാണെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പം ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുത്തത് 3 കപ്പാണ് എനിക്കുണ്ടായിരുന്നത്. 3 കപ്പ് ഞാനിവിടെ അളന്നൊഴിക്കുന്നുണ്ട്. ഇതൊരുപാട് കട്ടിയായിട്ടല്ല അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു പാകത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് കോൺഫ്ലവർ ആണ്. അത് 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിനകത്തേക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വിസ്ക് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കോൺഫ്ലവർ എല്ലാം പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളും. ഇതെല്ലാം നന്നായി ഞാനിവിടെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ആദ്യമേ തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെക്കുക. വെക്കുന്നതിനൊപ്പം തന്നെ നല്ല പോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം കോൺഫ്ലവർ ആയതുകൊണ്ട് അടുക്കി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരാൻ തുടങ്ങും. ഇപ്പം ഇവിടെ ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തെല്ലാം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് തിളച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് മാത്രം തിളച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്രയും നേരം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കാരണം കോൺഫ്ലവർ ആയതുകൊണ്ട് അടുക്കി പിടിക്കാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. ഇപ്പം ഇതിവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത് തിളയ്ക്കുന്നത് കാണാത്തത്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാത്രത്തിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇളനീരിൻ്റെ കാമ്പിൻ്റെ കുറച്ച് ഭാഗം അടിഭാഗത്തൊന്ന് വെതറി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി ഇത് നേരെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും കോൺഫ്ലവർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കട്ടിയായിട്ടായിരിക്കും കിട്ടുക. ഇത് തണുക്കുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും ചെയ്യും. ഇപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ അടിഭാഗം കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. തീരെ അടുക്കി പിടിച്ചിട്ടില്ല. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഇളനീരിന് മധുരം കുറച്ച് കുറവാണെങ്കിൽ പഞ്ചസാര കുറച്ചൊന്ന് കൂട്ടിയിട്ട് എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് പഞ്ചസാരയൊന്ന് നോക്കാം. എന്നിട്ട് കുറവാൻ തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് ഒന്നും കൂടെ നമ്മൾക്ക് അടിച്ചെടുക്കാം. ഞാനിപ്പം ഇവിടെ കറക്റ്റ് മധുരം ഉള്ളതുകൊണ്ടാണ് പഞ്ചസാര കൂടുതൽ പിന്നെ ഇട്ട് കൊടുക്കാറുള്ളത്. ഇപ്പം പുഡിംഗ് എല്ലാം ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലും കൂടെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇളനീരിൻ്റെ കട്ടിയുള്ള ഭാഗം ഇതേപോലെ ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. ഇതിടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പുഡിങ്ങിന്. ഇനി ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പം ഇതേപോലെ മാറ്റി വയ്ക്കാതെ എല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് നമ്മൾക്ക് അടിച്ചെടുക്കാം. ഇനി ഈ പുഡിങ് കാണാൻ നല്ലൊരു ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് പിസ്ത കട്ട് ചെയ്തത് ഞാൻ കുറച്ച് ഇതേപോലെ ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ്. ഇത് വേണ്ടാത്തവർക്ക് ഈ സ്റ്റെപ്പെല്ലാം സ്കിപ്പ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ പുഡിങ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമ്മൾക്കിത് ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെക്കണം. 2 മണിക്കൂർ മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പം ഇതിവിടെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിതിവിടെ ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെക്കാൻ പോവാണ്. ഇപ്പോൾ ഇതാ നമ്മളുടെ പുഡിങ് ഇവിടെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനായിട്ട് മുകളിൽ ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇത് നേരെ കമിഴ്ത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടിക്കോളും. തീരെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് കാണുമ്പോൾ അറിയാം കറക്റ്റ് പാകത്തിലാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. കോൺഫ്ലവർ ഒന്നും കൂടിപ്പോയിട്ടില്ല. കോൺഫ്ലവർ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചധികം കട്ടിയാവും. അതേപോലെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതേപോലെ കട്ടിയാവാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. പുഡിങ് നല്ല വൈറ്റ് കളറിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും
റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ പുഡിംഗ് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്